അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനം നിറഞ്ഞ മുഅ്മിനുകളെ, സ്വലാത്തു തസ്ബീഹിനെ കുറിച്ചാണ് ഇന്നത്തെ സംസാരം. സ്വലാത്തു തസ്ബീഹ് അഥവാ തസ്ബീഹ് നിസ്കാരം ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരമാണ്. അത് നിസ്കരിക്കുന്നവർക്ക് സമുദ്രത്തിലെ നുരകളെപ്പോലെ വളരെ കൂടുതൽ പാപമുണ്ടെങ്കിലും അള്ളാഹു അത് പൊറുക്കുമെന്ന് ഹദീസിൽ വന്നിരിക്കുന്നു. കഴിയുമെങ്കിൽ ദിവസം ഒരു പ്രാവശ്യം, അതുമല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം, അതുമല്ലെങ്കിൽ മാസത്തിലൊരു പ്രാവശ്യം, അതുമല്ലെങ്കിൽ വർഷത്തിലൊരു പ്രാവശ്യം, അതുമല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ നിസ്കാരം നിർവഹിക്കണമെന്ന് ഹദീസിൽ വന്നിരിക്കുന്നു. 4 റക്അത്താണ് ഈ നിസ്കാരമുള്ളത്. 4 റക്അത്തിലും കൂടെ 300 പ്രാവശ്യമാണ് തസ്ബീഹ് ചൊല്ലേണ്ടത്. ഓരോ റക്അത്തിലും 75 പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്. പകൽ നിസ്കരിക്കുകയാണെങ്കിൽ 4 റക്അത്തും ഒന്നിച്ച് നിസ്കരിക്കലാണ്, ഒറ്റ സലാമ് കൊണ്ട് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. രാത്രിയാണെങ്കിൽ ഈ 2 റക്അത്തായി 2 സലാം കൊണ്ട് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. രാവും പകലും നോക്കുകയാണെങ്കിൽ രാത്രി നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. തസ്ബീഹ് സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ച് അല്ലാഹു അക്ബർ എന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി വജ്ജഹത്തു, ഫാത്തിഹ ഇവകൾ ഓതിയ ശേഷം 1-ാം റക്അത്തിൽ അൽഹാകുമുത് തകാസുർ എന്ന് സൂറത്ത് ഓതേണ്ടതാണ്. സൂറത്തിന് ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് 15 പ്രാവശ്യം ചൊല്ലേണ്ടതാണ്. പിന്നീട് റുകൂഅ്, ഇഅ്തിദാല്, ആദ്യത്തെ സുജൂദ്, 2 സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തം, 2-ാം സുജൂദ്, ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം, ഇങ്ങനെ 6 സ്ഥലങ്ങളിലായി ഓരോ സ്ഥലത്തിലും 10 വീതം ഈ ദിക്ർ അഥവാ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് ചൊല്ലേണ്ടതാണ്. ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിൽ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ, 2-ാം സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ചൊല്ലുന്ന അല്ലാഹു അക്ബർ എന്ന ഇന്തിഖാലിൻ്റെ തക്ബീർ അത് ചൊല്ലി അവിടെ ഇരുന്ന ശേഷമാണ് ആ തസ്ബീഹ് 10 വട്ടം ചൊല്ലേണ്ടത്. ഇനി അവിടുന്ന് എഴുന്നേൽക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലേണ്ടതില്ല. അപ്പോൾ 1-ാം റക്അത്തിൽ 75 പ്രാവശ്യം ഈ തസ്ബീഹ് ഉണ്ടായി. ഇനി 2-ാം റക്അത്തിലേക്ക് എഴുന്നേറ്റ് ഫാത്തിഹ, 2-ാം റക്അത്തിൽ ഓതേണ്ട സൂറത്ത് ഫാത്തിഹയ്ക്ക് ശേഷം വൽ അസ്ർ സൂറത്താണ്. അതും ഓതിയ ശേഷം 1-ാം റക്അത്തിൽ പറഞ്ഞതുപോലെ തന്നെ 15 പ്രാവശ്യം അവിടെ ഈ തസ്ബീഹ് ചൊല്ലുക. ശേഷമുള്ള 6 സ്ഥലങ്ങളിലും റുകൂഅ്, ഇഅ്തിദാല്, 1-ാം സുജൂദ്, 2-ാം സുജൂദ്, 2 സുജൂദിൻ്റെ ഇടയിൽ ഇരുത്തം, അതുപോലെ തന്നെ അത്തഹിയാത്തിൻ്റെ അവിടെയും അത്തഹിയാത്ത് ഓതി കഴിഞ്ഞിട്ട് അല്ലെ ഓതുന്നതിന് മുമ്പ് അവിടെയും ഇങ്ങനെ 6 സ്ഥലങ്ങളിലായി 10 വീതം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് ചൊല്ലി സലാം വീട്ടി 2 റക്അത്ത് പൂർത്തിയാക്കേണ്ടതാണ്. ഇനി 3-4 റക്അത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ നിയ്യത്ത് വെച്ച് ഈ പറഞ്ഞ എണ്ണം പോലെ തന്നെ അവിടെയും തസ്ബീഹ് ചൊല്ലേണ്ടതാണ്. 3-ാം റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂന സൂറത്തും 4-ാം റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു സൂറത്തും ഫാത്തിഹയ്ക്ക് ശേഷം ഓതേണ്ടതാണ്. ഈ നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുവാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.